ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 323. വീണ്ടും നീലിമ ഓഫീസിലേക്ക്. സിദ്ധാർത്ഥിനെയും നീലിമയുടെയും ഒപ്പം അശ്വിൻ സ്കൂളിലേക്ക് പോവാൻ നിന്നാൽ അവൻ വൈകും. അതുകൊണ്ട് അശ്വിനെ സ്കൂളിലേക്ക് കൊണ്ടുപോവാൻ മല്ലികാമ്മ തീരുമാനിച്ചു. നീലിമ തന്നെയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം നീലിമ സിദ്ധാർത്ഥിനൊപ്പം ഓഫീസിലേക്ക് പോവാൻ റെഡിയായി. കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ നീലിമയ്ക്ക് നല്ലതുപോലെ ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫീസിലേക്ക് പോവാതെയായിട്ട് കുറേ ദിവസമായില്ലേ, അവിടെ എന്തൊക്കെ നടന്നു കഴിഞ്ഞു എന്ന് ആർക്കറിയാം. അതിനെക്കുറിച്ച് നീലിമയ്ക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ കാറ് മുന്നോട്ടേക്ക് എടുത്തതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. അവൾ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. സിദ്ധാർത്ഥിടക്ക് അത് ശ്രദ്ധിച്ചിരുന്നു. അവൾ എന്തിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവളെ ആ ടെൻഷനിൽ നിന്നും ഫ്രീ ആക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവന് തോന്നി. അതിനാൽ കാർ അവൻ വഴിയരികിലേക്ക് ഒതുക്കിയിട്ടു. പിന്നെ ചിന്തിച്ചിരിക്കുന്ന നീലിമയുടെ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് അവനിലേക്ക് വലിച്ചടുപ്പിച്ചു. ഒരൽപ്പം വീർത്ത വയറ് ശരീരത്തിൽ അമരാതെ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നീലിമ ഒന്ന് ഞെട്ടി. പിന്നെ ആദിയോടെ അവനെ നോക്കി. എന്താ സിദ്ധു, അവൾ ചോദിച്ചു. ഇത് ഞാനല്ലേ ചോദിക്കേണ്ടത്? എന്തു പറ്റിയടോ തനിക്ക്? നല്ല ചിന്തയിലാണല്ലോ, അവൻ ചോദിച്ചു. നീലിമ മുഖം കുനിച്ചു. മുഖത്തേക്ക് നോക്ക്, അവൻ പറഞ്ഞതും അവൾ നിരാശയോടെ അവനെ നോക്കി. ഓഫീസിലേക്ക് പോകുന്നതാണോ തൻ്റെ ടെൻഷൻ? അതാണെങ്കിൽ വിഷമിക്കേണ്ട. സ്റ്റാർഡം നമ്മുടെ വിശ്വ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. നിനക്കവിടെ കുഴപ്പമൊന്നും കാണില്ലടോ. ഞാനല്ലേ പറയുന്നത്, മനസ്സിലായോ? അവൻ കരുതലോടെ അവളെ നോക്കി പറഞ്ഞു. നീലിമയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. താങ്ക് യു സിദ്ധു, താങ്ക് യു സോ മച്ച്. പറയുന്നതിനൊപ്പം നീലിമ അധികാരത്തോടെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ഒപ്പം അവന്റെ തോളിൽ തല ചായ്ച്ചു. അവൻ കൂടെയുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന ചിന്ത അവളോട് ധൈര്യമായിരുന്നു. സിദ്ധാർത്ഥ സ്നേഹത്തോടെ അവളെ നോക്കി. പിന്നെ കാറ് മുന്നോട്ടെടുത്തു. സ്റ്റാഡം മീഡിയയുടെ പാർക്കിങ്ങിലാണ് പിന്നെ വണ്ടി നിന്നത്. നീലിമ സിദ്ധാർത്ഥിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവൾ ഒരാളെ കണ്ടത്. അത് വേറെ ആരുമായിരുന്നില്ല, കിരൺ ആയിരുന്നു. നീലിമയുടെ മനസ്സാകെ അസ്വസ്ഥമായി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു. കിരണും അവളെയും സിദ്ധാർത്ഥിനെയും കണ്ടിരുന്നു. അവൻ ചെറുതായൊന്ന് ഞെട്ടി. സിദ്ധാർത്ഥ തറപ്പിച്ചു തന്നെ നോക്കി നിൽക്കുന്നത് കിരൺ കണ്ടു. അതിൽ ചെറിയ ഭയം തോന്നിയെങ്കിലും കിരൺ പുറത്തേക്കൊന്നും ഭാവിച്ചില്ല. അവൻ ഒരു ചിരിയുടെ അവരുടെ അരികിലേക്ക് വന്നു. ആ സിദ്ധു, ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? അങ്ങനെ ചോദിക്കുന്നതിനൊപ്പം കിരൺ നീലിമയെ നോക്കി. അവളിൽ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലായിരുന്നു. നീലിമ, താൻ ഇവനെ സർപ്രൈസ് ആക്കി കളഞ്ഞു. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേ. അതെ, താനിപ്പോ എന്റെ പെങ്ങളായി. കൊള്ളാം, കിരൺ പറഞ്ഞു. അവന്റെ സംസാരത്തിൽ പെട്ടെന്ന് ആർക്കും തന്നെ ഒന്നും തോന്നിയില്ല. പക്ഷേ ശ്രദ്ധിച്ചാൽ അവൻ കളിയാക്കുകയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. നീലിമയിൽ അതൃപ്തി നിറഞ്ഞു. അവൻ അവനിൽ നിന്നും ഇഷ്ടക്കേടോടെ മുഖം വെട്ടിച്ചു. സിദ്ധാർത്ഥാണെങ്കിൽ ഇപ്പോഴും കിരണിനെ തുറിച്ചു നോക്കുന്നുണ്ട്. അവന്റെ വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലായി കാണും. അതേ കിരൺ, നീലിമ തന്റെ പെങ്ങളായി. പക്ഷേ താൻ പറഞ്ഞതുപോലെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ടല്ല. ഇവളെ എന്റെ ഭാര്യയായി വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, സിദ്ധാർത്ഥ് പുച്ഛത്തോടെ പറഞ്ഞു. പിന്നെ കിരൺ, നിനക്ക് നല്ലോണം ഫ്രീ ടൈം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, ഓഫീസിലേക്ക് വാ. നമുക്കൊരു ആഫ്രിക്കൻ പ്രോജക്റ്റ് ഉണ്ട്. നീ വന്നാൽ നമുക്കതിന്റെ വർക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങിക്കളയാം. എന്താ, പോരുന്നോ? സിദ്ധാർത്ഥ് പറഞ്ഞതും കിരൺ മുഖം വിളറി. അയ്യോ, അങ്ങനെയൊന്നുമില്ല സിദ്ധു, എനിക്കിവിടെ ആവശ്യത്തിന് ജോലിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളെ കാര്യമാക്കണ്ട. അതെന്റെ ഒരു തെറ്റാ, സോറി, കിരൺ ഒരു വരുത്തി കൂട്ടിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അവന് സിദ്ധാർത്ഥിനോടും നീലിമയോടും നല്ല അമർഷം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ എന്തെങ്കിലും പറയാൻ അവൻ ധൈര്യപ്പെട്ടില്ല. കാരണം വിശ്വ ഗ്രൂപ്പിന്റെ മുഴുവൻ ചുമതലയും സിദ്ധാർത്ഥിനായിരുന്നു. അതുകൊണ്ട് അവനെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കണം. മറിച്ചായാൽ അവൻ ദൂരെയുള്ള ഏതെങ്കിലും ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കളയും. അതിനുള്ള അവകാശവും പവറും അവനുണ്ട്. കിരൺ ദേഷ്യത്തോടെ ഉള്ളിലൊരു കാര്യം ചിന്തിച്ചു. അപ്പോ കിരണിന് കാര്യം മനസ്സിലായി. എങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ? ഇഷ്ടംപോലെ ജോലിയുണ്ടെന്നല്ലേ പറഞ്ഞത്? സമയം കളയാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഒരു ബിസിനസ്മാന് ഓരോ സെക്കൻഡും സമയം വിലപ്പെട്ടതാണെന്നല്ലേ പറയാറ്? സിദ്ധാർത്ഥ് വീണ്ടും അവനെ പരിഹസിച്ചു. യെസ് യെസ്, ഓഫ് കോഴ്സ്, കിരൺ പറഞ്ഞു. ഉള്ളിലെ വികാരം മുഖത്ത് വരാതിരിക്കാൻ അവൻ നല്ലതുപോലെ കഷ്ടപ്പെട്ടിരുന്നു. അവനോടുള്ള ദേഷ്യമോ അമർഷമോ വെറുപ്പോ മുഖത്ത് പ്രകടമാകുന്നത് പോലും കിരണിന് ദോഷമാണ്. അതെല്ലാം സിദ്ധാർത്ഥിനെ വെല്ലുവിളിക്കുന്നത് പോലെയാവും. തൽക്കാലം ഇങ്ങനെ പോവട്ടെ എന്നവൻ കരുതി. ഏതൊരാൾക്കും ജയിക്കാൻ ഒരു അവസരം കിട്ടുമല്ലോ എന്നല്ലേ പറയാറ്? അതിനായി കാത്തിരിക്കാം. അന്ന് സിദ്ധാർത്ഥിനെ എല്ലാ വിധത്തിലും തകർക്കണം. എന്റെ മുന്നിൽ അന്ന് അവൻ മുട്ടുകുത്തണം. അതിനുള്ള അവസരം ഞാൻ വൈകാതെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്.
കിരൺ മനസ്സിൽ സ്വയം പറഞ്ഞു. എന്നിട്ട് പുറമേക്ക് പുഞ്ചിരിച്ചു. അപ്പൊ ശരി, ഞാൻ ചെല്ലട്ടെ, നിങ്ങൾ ഇതുവരെ സംസാരിക്ക്. കിരൺ അതും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാൻ തുടങ്ങി. ആ സമയം വളരെ വിചിത്രമായി അവൻ നീലിമയെ ഒന്ന് നോക്കിയിരുന്നു. അവളും അത് ശ്രദ്ധിച്ചു. എന്നാൽ തനിക്ക് തോന്നിയതാകുമെന്ന് അവൾ കരുതി. എങ്കിലും മനസ്സിലൊരു അസ്വസ്ഥത നിറഞ്ഞു. എന്താ ഭാര്യ, നിന്റെ ചിന്തകളൊന്നും തീർന്നില്ലേ? സിദ്ധാർത്ഥിന്റെ സ്വരം അവൾക്കരികിൽ നിന്നും കേട്ടു. നീലിമ ഒന്ന് ഞെട്ടി. പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു. കിരണിന്റെ മനോഭാവത്തെ പറ്റിയിട്ട് അവളോട് പറയാൻ അവൾക്ക് അപ്പോൾ തോന്നിയിരുന്നില്ല. സിദ്ധാർത്ഥും കിരണും തമ്മിലൊരു പ്രശ്നമുണ്ടാവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയൊന്നുമല്ല സിദ്ധു, അവൾ മൃദുവായി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഭാര്യ പോവാൻ നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. എന്ത് തിരക്കാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും, മനസ്സിലായോ? അവൻ ചോദിച്ചു. നീലിമ സന്തോഷത്തോടെ തലയാട്ടി. അപ്പോൾ തന്നെ സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് ചാഞ്ഞു. പിന്നെ ചുണ്ടിലൊരു മൃദുവായി ചുംബിച്ചു. നീലിമ ഒന്ന് ഞെട്ടിത്തരിച്ചു. ഒപ്പം ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോഴാണെന്ന് ആശ്വാസമായത്. സിദ്ധാർത്ഥിന് അവളുടെ വെപ്രാളം കണ്ട് ചിരി വന്നു. എങ്കിലും ഗൗരവത്തോടെ തന്നെ നിന്നു. പോയിട്ട് വരട്ടെ, അവൻ പറഞ്ഞത്. നീലിമ തലയാട്ടി. അവളെ കരുതലോടുകൂടെ നോക്കി. ഒന്ന് നോക്കിയതിനു ശേഷം സിദ്ധാർത്ഥ് പോയി. പിന്നെ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് കാറ് പതിയെ മുന്നോട്ടെടുത്തു. അതിനിടയിൽ തന്നെ അവൻ മനീഷിനെ ഫോൺ ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ് ബോസ്, മനീഷ് പ്രതികരിച്ചു. മനീഷ്, സ്റ്റാർഡം മാനേജ്മെന്റിനെ തനിക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. യെസ് ബോസ്, മനീഷ് മറുപടി നൽകി. ഓക്കെ, എങ്കിൽ കിരണിന്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധയുണ്ടാവണം. അതിലൊരു മിസ്റ്റേക്കും വരുത്തരുത്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നീലിമയുടെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, സിദ്ധാർത്ഥ് ഗൗരവത്തോടെ പറഞ്ഞു. തീർച്ചയായിട്ടും ബോസ്, ഞാൻ നമ്മുടെ ഗാർഡ്സിന്റെ അടുത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തേക്കാം, മനീഷ് പറഞ്ഞു. പിന്നെ ഫോൺ കട്ട് ചെയ്തു. സിദ്ധാർത്ഥ് പാർക്കിംഗ് വിട്ടു പോകുന്നതിന് മുൻപേ തന്നെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. നീലിമ അപ്പോഴേക്കും അവന്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞു നിന്നിരുന്നു. നീലിമക്കാണെങ്കിൽ ഈ ഓഫീസ് കുറേയായിട്ട് വർക്ക് ചെയ്തതിന്റെ പരിചയമുണ്ട്. അതേസമയം അപരിചിതത്വം തോന്നി. കുറെ നാളായി ലീവായിരുന്നല്ലോ. അവളൊന്ന് നെടുവീർപ്പിട്ടു. സത്യത്തിൽ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞു. വീണ്ടും ഇതേ ഓഫീസിന്റെ ഭാഗമാവാൻ പോവാണ്. പഴയതുപോലെ ഇവിടെ തുടരാൻ പോവുകയാണ്. അവളിൽ സന്തോഷവും ആവേശവും നിറഞ്ഞു. നീലിമ നേരത്തെ തന്നെ കമ്പനിയിലേക്ക് വിളിച്ചിരുന്നു. ഒപ്പം റീജോയിൻ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ടും പറഞ്ഞിരുന്നു. അവർ അവൾക്ക് വേണ്ടി തയ്യാറായിരുന്നു. അവളുടെ ക്യാബിൻ പോലും ആരോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൾ ഓഫീസിലൂടെ മുന്നോട്ട് നടന്നു. അവളുടെ പഴയ സഹപ്രവർത്തകർ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവളെ പുഞ്ചിരിയോടെ കൂടി സ്വാഗതം ചെയ്തു. ചിലരാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. എങ്കിലും അവർ പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുത്തു. പിന്നെ പതുക്കെ അവളെ സ്വാഗതം ചെയ്തു. അവസാനം മാഡം തിരിച്ചു വന്നല്ലോ, പലരും പറഞ്ഞു. ഒപ്പം അവളെ സന്തോഷത്തോടെ വളഞ്ഞു. വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അവരെല്ലാം അവളെ ശരിക്കും മിസ് ചെയ്തിരുന്നു. ചിലരെല്ലാം അവളുടെ വിവാഹ വാർത്ത അറിഞ്ഞിരുന്നു. സിദ്ധാർത്ഥിനെ പോലെ ഒരു വ്യക്തിയെ വിവാഹം കഴിഞ്ഞിട്ടും അവൾ അതിന്റെ അഹങ്കാരം തീരെയില്ലായിരുന്നു. അത് അവിടെയുള്ള സ്റ്റാഫുകൾ അവളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിച്ചു. അത് നീലിമയുടെ മനസ്സ് നിറയിച്ചിരുന്നു. എല്ലാവരെയും വീണ്ടും കണ്ടതിൽ താൻ ശരിക്കും ഹാപ്പിയാ, അവൾ സംതൃപ്തിയോടെ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ തികഞ്ഞ ആത്മാർത്ഥത നിറഞ്ഞിരുന്നു. ആ സമയത്താണ് കിരൺ പുറത്തേക്ക് വന്നത്. നീലിമയുടെ ചുറ്റും കൂടി നിന്ന് സംസാരിക്കുന്ന സ്റ്റാഫുകളെ അവൻ കണ്ടു. ആദ്യം അമ്പരന്നു, പിന്നെ ദേഷ്യം വന്നു. അവനെ കണ്ടപ്പോൾ അവരിൽ പലരും പരവേശം നിറഞ്ഞു. പിന്നെ ഒരു വാക്കുപോലും പറയാൻ അവരുടെ നാവ് പൊന്തിയില്ല. അവർ നിരാശയോടെ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് ചെന്നിരുന്നു. അവൻ നല്ല ദേഷ്യത്തിലാണ്. അത് അവന്റെ മുഖത്ത് നോക്കിയ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. നീലിമ നിശബ്ദയായി നിന്നു. ഒപ്പം കിരണിന്റെ കണ്ണുകളിലേക്ക് നോക്കി. നീലിമ, താൻ ഓഫീസ് റൂമിലേക്ക് പോ, കിരൺ അവളെ നോക്കി ക്രൂരമായി പറഞ്ഞു. അവൾക്ക് അമ്പരപ്പ് തോന്നിയെങ്കിലും തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൾ അനുസരണയോടെ തലയാട്ടി. കിരണിനോട് നീലിമയ്ക്ക് നല്ല പകയുണ്ട്. പക്ഷേ അവിടെ അവൾ സീനിയറാണല്ലോ. അപ്പോൾ പിന്നെ എന്തൊക്കെ ദേഷ്യമുണ്ടായിട്ടും ബഹുമാനത്തോടെ തന്നെ അവനോട് പെരുമാറണം. കിരൺ എല്ലാവരെയും നോക്കി അവിടെ നിന്നു പോയി. നീലിമ അവളുടെ ക്യാബിനിലേക്കും പോയി. അവളുടെ ഓഫീസ് റൂം ഇപ്പോഴും പഴയതുപോലെ തന്നെയായിരുന്നു. യാതൊരു മാറ്റവും അവൾക്ക് തോന്നിയില്ല. ഇപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് അവൾക്ക് ആശ്വാസം പകരുന്നുണ്ടായിരുന്നു. നീലിമ ഒന്ന് ദീർഘമായി ശ്വസിച്ചു. അപ്പോഴാണ് ക്യാബിനിൽ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. അതിന് അവൾക്ക് പ്രതികരിക്കും മുൻപേ തന്നെ 2 പേർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. പ്രിയങ്കയും സൂര്യയുമായിരുന്നു അത്. ഇരുവരുടെയും മുഖത്ത് ആവേശവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക വേഗത്തിൽ ചെന്ന് നീലിമയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഒടുക്കം മാഡം തിരികെ വന്നല്ലോ, പ്രിയങ്ക സന്തോഷത്തോടെ പറഞ്ഞു. സൂര്യയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതെ, വന്നു. ഇനി ഞാൻ ഇവിടെ നിന്നു പോവില്ല, പ്രോമിസ്, നീലിമ വാക്ക് കൊടുത്തു. നമുക്കിനി ഒരുമിച്ച് പഴയതുപോലെ തന്നെ കൂടാമോ? സൂര്യ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു. ഓഫ് കോഴ്സ് മാഡം, ഈ വാക്ക് പാലിച്ചാൽ മാത്രം മതി.
ഞങ്ങൾക്കത് മതി സന്തോഷിക്കാൻ. സൂര്യ സൗമ്യമായി പറഞ്ഞു. അതെ അതെ, ഇപ്പോഴത്തെ വർക്ക് ലോഡ് കാരണം ഞങ്ങൾക്കാകെ ഭ്രാന്തായിരിക്കുവാണ്. അറിയാമോ മാഡത്തിന്? ഇനിയെങ്കിലും അല്പം സമാധാനം കിട്ടുമല്ലോ. വർക്ക് ഷെയർ ചെയ്യാൻ ആളായല്ലേ? പ്രിയങ്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നീലിമയ്ക്ക് ശരിക്കും കുറ്റബോധം തോന്നി. ഓഫീസിലെ ജോലി തിരക്കിനെ പറ്റി അവൾക്ക് നന്നായിട്ടറിയാം. സൂര്യയും പ്രിയങ്കയും നന്നായി തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് നീലിമയ്ക്ക് ഉറപ്പായിരുന്നു. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനുണ്ടല്ലോ നിങ്ങളുടെ ഒപ്പം, നീലിമ ഒരിക്കൽ കൂടി പറഞ്ഞു. ഒപ്പം പ്രിയങ്കയെ ആശ്വസിപ്പിച്ചു. ആ സമയം സൂര്യയുടെ കണ്ണുകൾ അവളുടെ വയറിലെത്തിയിരുന്നു. പ്രിയങ്ക അതൊന്നും ശ്രദ്ധിക്കാതെ അവളോട് ഒട്ടി അമർന്നു നിൽക്കുന്നു. നീലിമ ഗർഭിണിയാണെന്ന് അവനറിയാം. പ്രിയങ്കയുടെ ആവേശം വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കുമോ? ആ കാര്യത്തിൽ അവന് ആശങ്ക തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അവളെ പിന്നിലേക്ക് വലിച്ചിരുന്നു. പ്രിയങ്ക, ശ്രദ്ധിക്ക്, നീ ഇങ്ങനെ മാഡത്തിന്റെ മേൽ ഒട്ടി നിൽക്കല്ലേ. വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്, ബോധമില്ലാത്ത സാധനം. അവൻ സ്നേഹത്തോടെ പ്രിയങ്കയെ ശാസിച്ചു. പിന്നെ ഇത് നീ ഓവർ റിയാക്റ്റ് ഒന്നും ചെയ്യണ്ട. മാഡം എന്തായാലും തിരിച്ചു വന്നു. അപ്പൊ പിന്നെ മാഡത്തിന് മാക്സിമം സപ്പോർട്ട് നൽകണം. അതല്ലേ പ്രിയങ്ക കൂടുതൽ നല്ലത്? സൂര്യ ആവർത്തിച്ചു. നീലിമ തിരികെ വന്നത് അവരെ സംബന്ധിച്ച് മഹത്തായ ഒരു കാര്യം തന്നെയായിരുന്നു. അവർ ഇരുവരും അത്രമാത്രം മിസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളുണ്ടായിരുന്ന സമാധാനക്കേടും അസ്വസ്ഥതയും പൂർണ്ണമായും അവരെ വിട്ടൊഴിഞ്ഞു. ഇപ്പോൾ താൻ ആവേശത്തിന്റെ കൊടുമുടിയിലാണെന്ന് സൂര്യക്ക് തോന്നിയിരുന്നു. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാഡത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അധികം വൈകാതെ മാഡത്തിന് മെറ്റേണിറ്റി ലീവിൽ പോവേണ്ടതാണ്. സൂര്യ പിന്നെയും പറഞ്ഞു. അത് കേട്ട് നീലിമ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു സൂര്യ, ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ശരി തന്നെ എന്ന് കരുതി വീട്ടിലിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, മനസ്സിലായോ? നീലിമ കളിയോടെ പറഞ്ഞു. കൂടെയുള്ളവർ തന്നെ അത്രയും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ച് അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അതൊക്കെ ശരിയാവും. എങ്കിലും മാഡത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ഈ പ്രിയങ്കക്കല്ലെങ്കിലും ചില സമയത്ത് ഒട്ടും ബോധമില്ല. ചാടുതുള്ളി മേലെ നിന്നങ്ങ് വീണുപൊട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാഡത്തെ കണ്ട ആവേശത്തിൽ അവൾ ഓടി വന്നങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുന്നു. വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ? സൂര്യ പ്രിയങ്കയെ ശകാരിച്ചു. ശരിക്കും അവൾക്ക് ചമ്മല് തോന്നുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം 3 പേരും പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. പിന്നെ നീലിമ ഓഫീസ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. പ്രിയങ്കക്കും സൂര്യക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത പരാതികൾ അവളോട് പറയാനുണ്ടായിരുന്നു. സാമലക്സിനെ പറ്റിയായിരുന്നു കൂടുതലും. അവൻ എല്ലാ സ്റ്റാഫുകളെയും കയറി ഭരിക്കുകയാണിപ്പോൾ. അവന്റെ ഭരണം കുറച്ച് കൂടുതലാണ്. സാം സൂര്യയുടെ അടുത്ത് മോശമായി പെരുമാറുന്നത് അവന് മടുപ്പുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ദേഷ്യത്തോടെയുള്ള സൂര്യയുടെ സംസാരത്തിൽ നിന്നും പലതും നീലിമയ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവൾ കാര്യമായി വ്യക്തമായി പ്രിയങ്കയോട് ചോദിച്ചറിയാൻ ശ്രമിച്ചു. മാഡം, ആ സാം ഇവിടെ ഫുള്ള് പ്രശ്നമാണ്. അവൻ സൂര്യയുടെ അടുത്ത് ഭയങ്കര മത്സരത്തിലാണ്. അതിനുവേണ്ടി അവൻ ആ ധ്യാനിനെ പോലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവന്റെ ലെവൽ അറിയില്ലേ? ധ്യാനിനെ വെച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ സക്സസ് ആവുന്നില്ല. പ്രിയങ്ക അമർഷത്തോടെ പറഞ്ഞു. ധ്യാനാണെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. നമുക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അസൂയക്കും കുശുമ്പിനും കയ്യും കാലും വെച്ച സാധനാണത്. മീഡിയക്ക് മുന്നിൽ പോലും ബോധമില്ലാതെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. ഒരല്പം പോലും കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യൻ. അപ്പോൾ അവനെ പറ്റി ഒരുപാട് അപവാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവനത് കിട്ടണം, പ്രിയങ്ക പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവളിലെ വിദ്വേഷം നീലിമയ്ക്ക് മനസ്സിലായിരുന്നു. അവൾ ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ഇപ്പോഴെന്താ ചെയ്യുന്നത്? അവന് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടോ? നീലിമ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ പൊന്നു മാഡം, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മാഡത്തിനൊന്നും മനസ്സിലായില്ലേ? അവന്റെ കണ്ണ് ഷൂട്ടിങ്ങിൽ മാത്രമൊന്നുമല്ല. ആ സാമിന്റെ അണ്ടറിൽ എന്തോ വലിയ പ്രൊഡക്ഷൻ നടത്താൻ പോവുകയാണെന്നൊക്കെയാ കേട്ടെ. എന്തൊക്കെയോ കാര്യമായ കളികൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്, പ്രിയങ്ക അനിഷ്ടത്തോടെ പറഞ്ഞു. നീലിമ കൗതുകത്തോടെ ഇരുവരെയും അല്പനേരം മാറി മാറി നോക്കി. മനസ്സിൽ നിറഞ്ഞ ചിന്തകളോടെയും ചില സംശയത്തോടെയും നീലിമ അങ്ങനെ നോക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്രേമം സീരീസിൻ്റെ 326-ാമത്തെ എപ്പിസോഡ് മുതൽ 330-ാമത്തെ എപ്പിസോഡ് വരെ ഞാൻ വീഡിയോൻ്റെ തൊട്ടടുത്തായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊന്നും കൊണ്ട് മാത്രമാണ് ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നത്, മറക്കല്ലേ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ. ബൈ ബൈ.